അങ്ങനെ വലിയ രീതിയിൽ വീണ്ടും BTC ക്രാഷായി. നവംബറിന് ശേഷം 2024 നവംബറിന് ശേഷം ആ ഒരു ഏരിയ 88Kയും കഴിഞ്ഞ് ഒരു 87,200 വരെ റേഞ്ചിലോട്ട് എത്തിയിരുന്നു. ഇപ്പോഴും നല്ല രീതിയിൽ ഡമ്പാണ്. ഇപ്പം നിങ്ങൾ നോക്കിയാൽ അറിയാം മന്ത്ലി ക്യാൻഡിൽ എന്ന് വെച്ചാൽ മന്ത്ലി ക്യാൻഡിൽ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഫെബ്രുവരി മാസത്തെ ഒരു തവണ പോലും ബിറ്റ്കോയിൻ വലിയൊരു ക്രാഷ് ഉണ്ടായിട്ടില്ല. ഇപ്പം നിങ്ങൾ നോക്കിയാൽ $13,733 ഈ ഒരു ഫെബ്രുവരിയിലെ ഒരു ലോസ്. നമുക്ക് കഴിഞ്ഞ വർഷത്തേക്ക് നോക്കാം. കഴിഞ്ഞ വർഷത്തെ മാത്രമല്ല അതിന് മുന്നത്തെ മാസം നോക്കാം. 2024 ഫെബ്രുവരി ആയപ്പം ബിറ്റ്കോയിന് $10,000 അപ്പിലായിരുന്നു. ഫെബ്രുവരിയിലാണ് നമ്മൾ നോക്കുന്നത്. അടുത്തൊരു ഫെബ്രുവരി വീണ്ടും നോക്കാം. 2023 ഫെബ്രുവരി ഓൾറെഡി വലിയ രീതിയിലൊരു ക്യാൻഡിൽ വന്നില്ലെങ്കിലും അതൊരു ഗ്രീൻ ക്യാൻഡിലായിരുന്നു. വലിയ രീതിയിൽ ഒരു ഡംബോ അങ്ങനെ ഉണ്ടാവാത്തൊരു ഏരിയ ആയിരുന്നു ആ ഒരു മാസം. 2023 കാര്യമാണ്. ഇനിയിപ്പോൾ 2022 നമുക്ക് നോക്കാം. 22 ഓക്കെ, 22 എന്ന് പറഞ്ഞ ഇതാണ്. 22 അത്യാവശ്യം ബിറ്റ്കോയിൻ നല്ല രീതിയിൽ പമ്പിങ് ഉള്ള ടൈമായിരുന്നു. അപ്പോൾ നിങ്ങൾ നോക്കിയറിയാം മറ്റേ 2023 അത്ര ഇത് ആയില്ലെങ്കിലും ആ ഒരു ഗ്രീൻ ക്യാൻഡിൽ തന്നെ ആയിരുന്നു. ഇനിയിപ്പോൾ 2021 ഇതിനകത്ത് അത്രേ ചാർട്ടുള്ളൂ. നമ്മൾ ഇത്രയും നോക്കിയത് അതിന് മുമ്പല്ല. ഈ ഒരു ഫെബ്രുവരിയൊക്കെ നല്ല രീതിയിൽ 2021 വെച്ചാൽ ആ ഒരു 2020 ഹാൽവിങ് കഴിഞ്ഞുള്ള ബുൾ റണ്ണ് തുടങ്ങുന്ന ആ ഒരു 2021 കണ്ട് നോക്കിയേ $12,000. അതായത് മാർച്ചിലും നല്ല രീതിയിൽ പമ്പായിരുന്നു. പക്ഷേ ഏപ്രിൽ മെയ് ഓൾറെഡി എല്ലാവരും പറയും ഏപ്രിൽ മെയ്യിനെയും നല്ല രീതിയിൽ പമ്പുണ്ടാകും. അത് സ്വാഭാവികമായിട്ട് പമ്പല്ല, ഡംപിൻ്റെ ഒരു മാസമാണ് ഏപ്രിൽ മെയ്. അത് നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ എന്തെങ്കിലും ഫെബ്രുവരി നമ്മുടെ ഒരു ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെട്ടു, നല്ല രീതിയിൽ പമ്പാവെന്ന് പറഞ്ഞ് ആൾട്ടോയിന് ഇൻവെസ്റ്റ് ചെയ്തവരെല്ലാം നല്ല രീതിയിൽ ലോസാണ്. ഇപ്പം ഈ ഒരു എതേറിയാണ് ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത്. എതേറും ഏതൊരു വർഷമായാലും അതിലൊന്ന് പ്രൈസ് ഡൗണിലായിരിക്കും. ഇൻവെസ്റ്റ് ചെയ്തവർക്ക് ഒരു മെച്ചം ഉണ്ടാക്കിയിട്ടില്ല എതേറി. അതുകൊണ്ട് എതേറിയത്തെക്കാട്ടി ഒരുപാട് നല്ല പ്രൊജക്റ്റുകളുണ്ട്. ലെയർ 1 ആയിട്ടുള്ള നമ്മുടെ സുയി ആയിക്കോട്ടെ, ആപ്റ്റോസ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള ഒരുപാട് നല്ല പ്രൊജക്റ്റുകൾ. അപ്പോൾ ഫീയും ഇല്ല, അങ്ങനെ ട്രാൻസാക്ഷനും സ്പീഡും കാര്യങ്ങളും ഒക്കെ ഉള്ള. ഇപ്പോൾ എതേറിയത്തിനാണ് നല്ല ഫീയും ആണ്, ഭയങ്കര പ്രശ്നങ്ങളല്ലേ. അപ്പോൾ അതിനെക്കാട്ടി എന്തെങ്കിലും ബെറ്ററായിട്ട് ഒരുപാട് പ്രൊജക്റ്റുകളുള്ളതുകൊണ്ട് എതേറി ഒരു അല്ലെ വലിയ ഇൻവെസ്റ്റർമാരൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമായിരിക്കും. അല്ലാതെ ഒരു ചെറിയ ഇൻവെസ്റ്റർമാരൊന്നും ഇതിലോട്ട് എതേറിയത്തി ഇൻവെസ്റ്റ് ചെയ്തിട്ട് വലിയ രീതിയിൽ ഒരു മെച്ചമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. എൻ്റെ ഒരു കാഴ്ചപ്പാട്. വേറെ ഒരുപാട് നല്ല രീതിയിലുള്ള ബ്ലോക്ക് ചെയിനുകളുണ്ട്. അപ്പോൾ എതേറി ഒരു വലിയ സംഭവമാണെന്ന് ഞാൻ കരുതുന്നില്ല. ഇനിയിപ്പോൾ നാളെ ഇത് $5,000 പോയാലും വലിയൊരു സംഭവമൊന്നുമല്ല. എന്ന് വെച്ചാൽ എതേറിയം അതിനു മുമ്പ് 4,900 ഒക്കെ 2021 പോയിട്ടുണ്ട്, 5,000-ന് ഒന്ന് ആലോചിച്ച് നോക്കാം. അപ്പോൾ ഇതാണ് മാർക്കറ്റിങ്ങിനാണ്. അപ്പോൾ ഇതൊന്നും കണ്ട് നിങ്ങളൊന്നും പാനിക്കാവേണ്ട. നിങ്ങൾക്ക് സ്പോട്ടിലൊക്കെ ബൈ ചെയ്യാം, സ്പോട്ടിൽ ബൈ ചെയ്ത് മേടിക്കുക. അപ്പോൾ ഇനിയിപ്പോൾ 85K വരെയൊക്കെ എത്താനുള്ള സാധ്യതയുണ്ട്. അവിടെ ആയിട്ടുള്ള മേജറായിട്ടുള്ള റെസിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സപ്പോർട്ട് ഏരിയ ഒക്കെയാണ് സപ്പോർട്ട് ഏരിയ. അപ്പം മാക്സിമം കുറഞ്ഞ ലിവറേജ് ട്രേഡ് എടുക്കാം. എന്ന് വെച്ചാൽ ട്രേഡ് എടുക്കുന്ന എപ്പോഴും ആൾട്ടൂവിന് നമ്മളെപ്പോഴും റിസ്ക് തന്നെയാണ്. ലിക്വിഡേഷൻ അടിച്ചു പോകും. പക്ഷേ ഇതൊരു ഓപ്പർച്യൂണിറ്റി ആണ്. എന്തൊക്കെയായാലും എപ്പോഴായാലും ഇത് കയറിയാൽ പിന്നെ നമുക്ക് ഈ ഒരു ആൾട്ടൂവിന് ഇരിക്കുന്ന എൻട്രി ഒന്നും കിട്ടണമെന്നില്ല. ഇനി അപ്പോൾ അടുത്ത ഡംപ് വരണം. ഡംപ് എപ്പോഴായാലും ഉണ്ടാവും, അതല്ല. എന്നിരുന്നാലും ആരും പാനിക്കോ കാര്യങ്ങളൊന്നും ആവണ്ട. മാർക്കറ്റിങ്ങിനാണ്. ഇപ്പം മാർക്കറ്റ് തിരിച്ച് വരും. അതൊരു 1.5 വരവായിരിക്കും. ബിറ്റ്കോയിന് എപ്പോഴും ഇൻട്രസ്റ്റ് ചെയ്യാം. ബിറ്റ്കോയിൻ ഇപ്പോൾ ഈ ഒരു ഫെബ്രുവരി എന്ന് വെച്ചാൽ ഒരു പുതിയൊരു ഹിസ്റ്ററി തുടക്കമായി. ബിറ്റ്കോയിന് ഇതുവരെയായിട്ട് ഫെബ്രുവരി ഒരു റെഡായിട്ട് വന്നിട്ടില്ല. അതും വലിയൊരു ബിഗ്ഗായിട്ട് $13,000-14,000 ഡമ്പാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇനിയിപ്പോൾ അത് റിക്കവർ ചെയ്യാൻ പാടാണ്. ഇപ്പോൾ 3 ദിവസം കൊണ്ട് ഈ ഒരു $13,000 അടുത്തോട്ടൊക്കെ പോകുന്ന സംശയമാണ്. എന്നാലും ഒരു $5,000 മൈനസിലായിരിക്കും ക്ലോസ് ചെയ്യുന്നത് ഫെബ്രുവരി മന്ത്. ഇനിയിപ്പം 3 ദിവസമോടെ ഉള്ളൂ. ആലോചിക്കുക. എന്തൊക്കെയാലും തിരിച്ചത് കയറത്തില്ല. എന്നാലും ഒരു ഹിസ്റ്ററി അങ്ങനെ ആദ്യമായിട്ട് ബിറ്റ്കോയിൻ ഡമ്പായൊരു മാസം. അത് ഫെബ്രുവരി നല്ല രീതിയിൽ ബുള്ളിഷായിട്ടുള്ളൊരു മാസമാണ്. അല്ലെ ഗ്രീൻ ക്യാൻഡിലാണെങ്കിലും അല്ല റെഡ് ക്യാൻഡിൽ വന്നിട്ടില്ല. അപ്പോൾ ഇതൊരു വലിയൊരു ക്രാഷുമാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഒരു $5,000 വല്ലതും പമ്പാവുമായിരിക്കും. എന്നാലും ഒരു 6,000-7,000-ത്തിലായിരിക്കും, ലോസിലായിരിക്കും ഇത് മന്ത്ലി ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നത്. നിങ്ങൾ നോക്കിയാൽ അറിയാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.